അസ്സലാമു അലൈക്കും. സാബിത്താൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ വന്നത് ഉസ്താദിൻ്റെ കാര്യം പറയാനാണ്. പറയാതെ അതിപ്പോൾ കുറേ ദിവസമായി പറയണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ ഈ ബ്ലോഗുമായിട്ട് ഇങ്ങനെ നമ്മളെ കിച്ചൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളും പിന്നെ നമ്മളെ അഭിനയങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് സമയം കിട്ടുന്നില്ല. പിന്നെ പോക്ക് വരവങ്ങൾ, കല്യാണം, തക്കാരം, മംഗലം, അങ്ങനെ പർച്ചേസ്, അങ്ങനെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ ഇത് പറയേറ്റ് എൻ്റെ നാക്ക് ചൊറിയുന്നു മക്കളെ, വല്ലാണ്ട് നല്ല നാക്ക് ചൊറിച്ചിലാണ് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ. അതെന്താന്ന് വെച്ചാൽ എന്ത് ചെയ്ത് നിങ്ങളെ ഉസ്താദുമാർ എന്ത് ചെയ്തെന്ന് ചോദിക്കും. എന്നൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ കുട്ടീനെ അടിച്ചില്ലേ, കുട്ടീനെ അടിച്ച പ്രശ്നത്തിന് കുട്ടീൻ്റെ കുടുംബക്കാരോ പോയിട്ട് ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇരുന്നിട്ട് തലക്കല്ലടിച്ച കണ്ടപ്പം വല്ലാത്ത സങ്കടം വന്ന്. നമ്മളെ അലിഫ് ബാഗ് താഗ് ജീമ് എന്നെല്ലാം പഠിപ്പിച്ചിരുന്ന നമ്മളെ ഉസ്താദുമാർ തല്ലി. വല്ലാത്ത വിഷമം തന്നെ. ഞാനെല്ലാം ചെറിയത്ത് ഒരുപാട് തല്ല് കിട്ടിയേക്ക്. ആ തല്ല് പേടിച്ചിട്ടാണ് ഞാൻ ഇന്ന് 2 വരി ഖുർആൻ ഓതുന്നത്. കാരണം അടി പേടിച്ചിട്ട് നമ്മളെ പാവാടയിൽ ഇങ്ങനെ പറ്റേച്ച് പിടിച്ചിട്ടുണ്ട് ഒരടി തുടക്ക്. എൻ്റെ മകളെ ആകാശം കണ്ടു. അത് പേടിച്ചിട്ട്, മറ്റേ രക്ഷിതാക്കളെ പേടിച്ചിട്ടല്ല കുത്തിനി പഠിക്കല്, ഉസ്താദുമാരെ പേടിച്ചിട്ട് കുത്തിനി പഠിക്കല. അതുകൊണ്ടെന്താ ഇന്ന് പഠിച്ച് വയല് കുളി, ജനാവത്ത് കുളി, നിഫാസ് കുളി ഇതെല്ലാം കുത്തി ആര് പഠിക്കുന്നു, അടി പേടിച്ചിട്ട് പഠിച്ചതാ അല്ലേ. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്ന ഉസ്താദിനെയാണ് പിടിച്ചടിച്ചത്. വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷെ ഇപ്പം പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ കുട്ടികൾ അല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ മാഷന്മാർ പീഡിപ്പിക്കുന്നു. അയ്യോ, ഉസ്താദുമാർ പീഡിപ്പിക്കുന്നു. ഈ പണ്ടെല്ലാം പേടിപ്പിക്കലേനുള്ളൂ, ഇപ്പാണ് ഈ പീഡിപ്പിക്കൽ വന്നത് അല്ലേ. പണ്ടെല്ലാം നമ്മളെ പേടിപ്പിക്കലേ ഉള്ളൂ, പീഡിപ്പിക്കലില്ല. പക്ഷെ ഇന്നെല്ലാവരും പീഡിപ്പിക്കുകയാണ്. കാലം മാറി കോലം മാറിയൊരവസ്ഥയായിരിക്കും. നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, അങ്ങനത്തെ മാധ്യമത്തിലെല്ലാം നമ്മൾ അങ്ങനത്തേതാണെന്ന് കാണുന്ന, യൂട്യൂബിലെല്ലാം കുട്ടികളടക്കം രക്ഷിതാക്കളടക്കം അങ്ങനത്തെ കോലങ്ങളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഉസ്താദിനെ അടിച്ചതിനെ പറ്റിയിട്ട് റബീത്താക്ക് എന്താ പറയാനുള്ളത് എന്ന് എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അടി ആരായാലും ശരിയല്ല, അത് ഏതൊരു വ്യക്തിയായാലും അങ്ങനെ മാരകമായിട്ടുള്ള അടി ശരിയല്ല. ആ ഉസ്താദ് ഇപ്പം കുട്ടീനെ ഏത് രീതിയിലാണ് അടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം വെച്ചാൽ മാധ്യമത്തിൽ വരുന്ന ഒന്നും നമുക്ക് ഒട്ടും വിശ്വസിച്ചൂടാ. പല യൂട്യൂബറും പല പച്ച നുണയും വിളിച്ച് പറഞ്ഞിട്ടിടുന്ന വീഡിയോസുകളാണ്. അതൊന്നും ഞാൻ സ്വീകരിക്കൂല. ഒരു കുട്ടീൻ്റെ പുറത്തും കൈക്കും കാലിനും പുറമെല്ലാം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച്. പക്ഷെ അത് ആ ഉസ്താദ് അടിച്ചതല്ല. അത് പണ്ടപ്പോ ആരെയോ എന്തോ അടി കൂടിയിട്ട് അടിച്ചത് ആ ഉസ്താദ് അടിച്ച് മറ്റു കൊണ്ടേ ഇട്ടതാണെന്നാണ് പറയുന്നത്. ഉസ്താദ് കാലിന് അവരടിച്ചിട്ടുള്ളൂ. കാലിനടിച്ച ചെറിയ പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. പാടെല്ലാം ഉണ്ടാവും, മടീൻ്റെ അടിയാളൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ മനെ എന്താ പഠിക്കാത്തെ, മനെ ഞാൻ പഠിക്കാത്ത നടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, പാവാടെല്ലാം പറ്റിച്ച് പിടിച്ച തൊട ഇങ്ങനെ നല്ലോണം പറ്റി നിന്നിട്ട് വേണം ആടെ അടിക്കുക. ആടെ ഉസ്താദ് അടിക്കുക. അടിക്കണം. നമ്മളെ പണ്ടാരം പറഞ്ഞിട്ട് പൊരയിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും അല്ല, അച്ഛനും അമ്മ രക്ഷിതാക്കൾക്ക് വരെ ഇപ്പം മക്കളെ കുരുത്തക്കേട് കൊണ്ട് ആകുന്നില്ല. ഒരിയാലെ 3 വയസ്സായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വടി കൊണ്ടിടാമെന്നാണ് ഇപ്പോഴത്തെ മക്കൾ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ തന്നെ വിചാരിക്കുന്നത്. വികൃതിയ, അങ്ങനത്തെ വികൃതിയ. നിങ്ങളിപ്പം കാണല്ലേ, ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് ഈ വീഡിയോ ഇപ്പം സമയത്ത് മക്കളിപ്പോൾ ഒന്ന് രാവിലെ മാറസ ഇപ്പം ഒന്ന് പറഞ്ഞില്ല, നിങ്ങൾ കാണലില്ലേ എന്നെ കൊണ്ട് കളിപ്പിക്കുന്ന കുഞ്ഞുമക്കൾ അല്ലേ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ അടിക്കൂല, അതുകൊണ്ടാണ് എന്നെക്കൊള്ള കൂടുതൽ കളിക്കുന്നത്. അതുപോലെ ഉപ്പയും ഉമ്മാനെ ചേർത്ത് കൊന്നാൽ ചെന്നാൽ അടി വെച്ച് കൊടുക്കും. അടിക്കണം, പേടിപ്പിക്കണം, നല്ലതാണ്. പക്ഷെ എനിക്ക് അടിക്കാൻ തോന്നൂല, അതുകൊണ്ട് എന്നെക്കൊള്ള എന്നെ കളിക്കുന്നത്. അപ്പൊ അടി എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളെ അടിച്ച് പഠിപ്പിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതെങ്ങനെ അടിക്കണം, മക്കളെ മേലങ്ങനെ പൊട്ടരുതേ, കുഞ്ഞു മക്കളാ. കാരണം വെച്ചാൽ വലിയോരങ്ങനെ അടിക്കാൻ പോകില്ല, തിരിച്ച് കിട്ടൂന്ന് വെച്ചിട്ട് വലിയോരാരും അടിക്കാൻ പോകില്ല. ഈ ഭർത്താവ് ഭാര്യനെ അടിക്കുന്ന അത് മണ്ടനാണ്, മണ്ടൻ. കാരണം വെച്ചാൽ എന്താന്നാ,
തിരിച്ചടിക്കൂലെന്ന് വെച്ചിട്ടല്ലേ ഭർത്താവ് ഭാര്യനെ അടിക്കുന്നേ. ഇപ്പോഴത്തെ ഭാര്യമാരെ ചെന്ന് നോക്കണം, കൊടുവാള് ഭർത്താവ് എടുക്കുമ്പോ അരുവാള് പോയിട്ട് ഭാര്യ എടുക്കും. അങ്ങനെ ചെയ്യണം. അതൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. പക്ഷേ മക്കളെ തല്ലിയും തലോടിയും മക്കളെ പഠിപ്പിക്കണം. പക്ഷെ ആ ഉസ്താദ് എങ്ങനെ തല്ലിക്കുന്നു എനിക്ക് പറഞ്ഞുകൂടാ. എന്തോ കാലിനെ തള്ളിയത് അയായ വീഡിയോസില്ല ഉമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ തല്ലാവോ കാലിന്, ഇങ്ങനെ തല്ലാവോ, കാലിന് തല്ലിയെ തന്നെ തല്ലാവോ എന്നൊക്കെ അതെന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയൊരു പാടാ കാലിന് കണ്ടിട്ടുള്ളൂ. പാടൊക്കെ ഉണ്ടാവും, പാടൊന്നും ഇല്ലാണ്ടൊന്നും നടക്കൂല. കാലിനല്ലേ നമ്മൾ പറയില്ലേ, ഇതിനാ മക്കളെ പുറത്തുനിന്ന് തന്നെ തല്ലടിക്കുക, നിങ്ങൾക്ക് കാലിനടിച്ചാൽ പോരെ നമ്മൾ പറയും. പാവം. എന്നാൽ ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇരുന്നിട്ട് അടിച്ചത് വല്ലാത്ത വിഷമമുണ്ട്. പാവം തലക്ക് തന്നെ അല്ല, വലിയ നമ്മളെ കുഞ്ഞുമക്കളെ കൈകൊണ്ടേറ്റ വലിയ പോത്ത് പോലത്തെ ആളെ കൈകൊണ്ടല്ലേ തലക്ക് വെച്ചു കൊടുത്ത്. പാവം. പക്ഷെ എന്നതിന് ശേഷം ഒരുപാട് ഉസ്താദുമാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട, കുട്ടികളെ പഠിപ്പിക്കണ്ട, കുട്ടികളെ അങ്ങനെ അടിക്കണ്ട, മാണങ്ങ് പഠിച്ചോട്ടെ എന്നല്ല. അങ്ങനെ മാണങ്ങ് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നിടറ്. പിന്നെ അങ്ങനെ കുട്ടികളെ ശരീരത്തിന് അങ്ങനെ അടയാളം ബാധിക്കുന്ന കരിഞ്ചോര കെട്ടുന്ന രീതിയിൽ അടിക്കണ്ട, അല്ലാണ്ട് പഠിപ്പിക്കണം. തല്ലിയും തലോടിയും പഠിപ്പിക്കണം. പക്ഷെ ഉസ്താദുമാർ വിഷമങ്ങളാണ് ഉസ്താദുമാർ പറഞ്ഞത്. അവർ പ്രതികരിക്കും. വേറൊന്നിനും അവർ പ്രതികരിക്കുന്ന കാണലില്ല, ഇതിന് പ്രതികരിക്കുന്നുണ്ട്. അപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ഈ നമ്മൾ പല സ്ഥാപനത്തിലും പോയാല്, ഗവൺമെന്റ് ഓഫീസായാലും പ്രൈവറ്റ് ഓഫീസായാലും പല സ്ഥാപനത്തിലും നമ്മൾ ആവശ്യത്തിന് പോയാൽ അവിടുത്തെ ചില മാനേജ്മെന്റ് അല്ലെ ചില സ്റ്റാഫുകൾ നമ്മളോട് വല്ലാത്ത രീതിയിൽ പെരുമാറും. അതെന്തുകൊണ്ടാന്നാ, അവരുടെ വീട്ടിൽ നിന്ന് ചിലപ്പം ഭാര്യനോട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടും കീഞ്ഞു വരുന്നുണ്ടാവുക, അല്ലെ മക്കളോട് എന്തൊക്കെയോ അടി ഉണ്ടാക്കിയിട്ടും കീഞ്ഞു വരുന്നുണ്ടാവുക. ആ ദേഷ്യത്തോടു കൂടിയാണ് അവർ ഓഫീസിലേക്ക് പോകുന്നത്. ആ ഓഫീസിൽ പോകുന്ന സമയത്താണ് നമ്മൾ തല്ലുമ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് ഒരു ദേഷ്യമായി. കാരണം വെച്ചാൽ അവരെ മനസ്സിൽ ആ വീട്ടിലുള്ളത് ഇങ്ങനെ ഓടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പറയുന്ന നേരം അവർക്കത് വെറുപ്പായിട്ട് തോന്നും. എന്ന് പറയും. അങ്ങനെയല്ല ഉണ്ട് കാര്യങ്ങൾ. അപ്പം ഈ ഉസ്താദിന്റെ വീഡിയോസ് ഇതിനെപ്പറ്റി പറയേറ്റി നാക്ക് ചൊറിയുന്ന മക്കളെ അങ്ങനെയാണ്. നാക്ക് ചൊറിയുന്ന സമയത്താക്ക് നിങ്ങൾക്കറിയാനും ചൊറിയും. അതെല്ലാവർക്കും, എല്ലാ യൂട്യൂബർക്കും ചൊറിയും. എല്ലാ യൂട്യൂബർക്കും ചൊറിയും. രണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഏത് ആൾക്കാരായാലും, ഏത് പിന്നെ കെട്ടിയ ആൾക്കാരായാലും പറയും. അതിനകത്ത് വരുന്നത് ഏത് ആൾക്കാരായാലും പറയും. പക്ഷെ നുണ വിളിച്ചു പറഞ്ഞത് ഇന്ന് മുക്കാൽ ജനങ്ങളും പച്ച നുണ വിളിച്ച് പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ കുട്ടിയെല്ലാം സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. 18 വയസ്സ് 19 വയസ്സായ ഒരു കുട്ടിയുണ്ട്. എന്താന്നോ അത് കാണുവാൻ എത്ര മനുഷ്യന്മാരാ പോകുന്നത്. ഇല്ലാത്ത വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ എണുസുദീനെ വിറ്റ് എൻ്റെ മളെ യൂട്യൂബർ ഉണ്ടാക്കുന്ന ഒരു പണത്തിനൊരു കയ്യും കണക്കും. നല്ലോണം പണം കയറൂടോ, നല്ലോണം പണം കയറും. നല്ല വ്യൂസ് ഉള്ളവർക്ക്, എനക്കല്ല, നല്ല വ്യൂസ് ഉള്ളവർക്ക്. എൻ്റെ വീഡിയോ സത്യം കാണൂല. എന്തുകൊണ്ടാ? നുണ വിളിച്ചു പറയുന്നില്ല, സത്യം മാത്രം പറയുന്നത് ജയിക്കൂല. അതൊരു കോടതിയായാലും സത്യം പറയുമ്പോൾ അത് ജയിച്ചു വരൂല. അതിൽ കുറേ ചേർത്തണം. പക്ഷെ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അത് കോടതി ആയാലും എൻ്റെ വീട്ടിലായാലും നാട്ടുകാരൻ്റെ കഴുത്തെടുത്താലും ഞാൻ സത്യമേ പറയുള്ളൂ. സത്യത്തിൽ കൂടി മാത്രമേ എനിക്ക് വിജയിക്കണ്ടൂ. അത് അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് നാളെ സാക്ഷ്യം പറയണം മക്കളെ. അതുകൊണ്ട് എന്നോട് അല്ലാഹു തആല നാളെ ദണ്ട് കൊണ്ടടിച്ചെന്നോട് ചോദിക്കാൻ പാടില്ല. ഞാൻ കളവ് പറയൂല. ഞാൻ കളവ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടൂല, കളവ് പറയുകയില്ല. പച്ച നുണ വിളിച്ച് മറ്റുള്ളവരെ പല രീതിയിലും വിഷമിപ്പിച്ചിട്ടാണല്ലോ ഇന്ന് യൂട്യൂബർ പണം ഉണ്ടാക്കുന്നത്. ഞാൻ ആരെക്കൊണ്ടെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നാൽ ഇവിടെ വെച്ചാ നിർത്തും. പക്ഷേ എൻ്റെ വീഡിയോസ് എടുത്ത് ചെയ്തവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തേക്ക്. അതും തെറിവാക്കിലൊന്നല്ല, എൻ്റെ വീഡിയോസ് എടുത്ത് ചെയ്തവർക്കുള്ള മറുപടി കൊടുത്തേക്ക്. ഞാൻ നല്ലോണം എൻ്റെ ഫാമിലി വ്ലോഗ് അല്ലേ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിന് പല യൂട്യൂബറും പച്ച നുണ കുത്തിച്ചെല്ലിച്ച് വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ അതിനുള്ള മറുപടി അവർക്ക് കൊടുത്തിട്ട്. അല്ലാണ്ട് യൂട്യൂബിൽ വരുന്ന ഒരു വീഡിയോസിന്
ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് പണി നിർത്തും. അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇടുന്നില്ല. എന്തിന് പൊന്നു മക്കളെ, എന്നെപ്പോലത്തെ ഫാമിലി ആയാലും മറ്റുള്ള മക്കളായാലും മറ്റുള്ള ഏത് ചാനൽ എന്തിന് നുണ പറഞ്ഞ് പൈസ ഉണ്ടാക്കണം? ആ പണം നിങ്ങൾക്ക് ഉപകാരത്തിനെത്തുവോ? ഇല്ല. നിങ്ങളെ മക്കൾ പലത് വഴിതെറ്റാൻ കാരണമാകും, നിങ്ങൾക്ക് രോഗങ്ങൾ വരാൻ കാരണമാകും. ആ പണം പിന്നെ നമ്മളെ ശരീരത്തോട് നമ്മൾ ഏത് രീതി തുള്ളിയാലും കളിച്ചാലും അത് നമ്മൾക്ക് മാത്രമേ അത് നമ്മളോട് മാത്രമേ അത് ചോദ്യമുള്ളൂ, അല്ലാണ്ട് മറ്റുള്ളവരുടെ ചോദ്യമില്ല. നമ്മൾ മറ്റുള്ളൊരാളെ വിഷമിപ്പിക്കുന്നില്ല. നമ്മളെ കളി ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് കാണാതിരിക്കാം, ആ ചാനൽ നമ്മളെ ചാനൽ അവർക്ക് കാണാതിരിക്കാം, അത്രേ അതിലുള്ളൂ. പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് വീഡിയോസ് ഇടുമ്പോൾ അത് വല്ലാത്ത വിഷമം തന്നെ. ആ പണം നിങ്ങൾക്ക് ഉപകാരത്തിനെത്തൂല, ഞാൻ 100 വട്ടം ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഉസ്താദിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഉസ്താദ്മാർ അടിക്കും, ശകാരിക്കണം. പക്ഷെ അത് ഉസ്താദായാലും മാഷായാലും ടീച്ചറായാലും ഏതൊരാളായാലും അംഗനവാടി നിലങ്ങൾ കാണുന്നില്ലേ കുഞ്ഞു മക്കളെ കൊല്ലുന്നേ? അല്ലോ, കണ്ട് 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 മനുഷ്യന്റെ മനസ്സ് മരവിച്ചിക്ക്. കുഞ്ഞി പൈതം മക്കൾ അംഗനവാടി നായമാറും ടീച്ചർമാരും ഒക്കെ ചെയ്യുന്ന കാണുമ്പോ അണ്ട് കുറച്ച് ദിവസം മുന്നേ കണ്ടിക്ക് ഫേസ്ബുക്കിൽ എന്നോട് ഞാൻ കണ്ടത്, ആരോ ഇട്ടതാ. അംഗനവാടിയുള്ള ഒരു 3.5 വയസ്സായ 2 കുട്ടികൾ ഭയങ്കര അടിച്ച്, അല്ലോ ഓരോ കുട്ടീനെ മറ്റേ കുട്ടി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച്. എന്നിട്ട് വേറെ ആകെ 3 കുട്ടികളാണല്ലോ, അതിൽ വേറെ കുട്ടി ടീച്ചറേ വേടാ ടീച്ചർ വരുന്നു. ടീച്ചർ പരിസരത്തേ ഇല്ല ഇല്ലേ? അങ്ങനെ ആ കുട്ടി വിളിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് വീണിട്ടും കടിച്ചു പറിക്കില്ല. നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇന്നത്തെ കാലഘട്ടമാണ് പണം 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 പണം. ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഞങ്ങൾക്ക് പണം, ഇങ്ങോട്ട് കോയിലോട്ട് മുന്നോട്ട് ചിന്ത പണം. ആ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആർക്കറിയല്ല. അത് കാണുന്ന ഒരുപാട് സമൂഹമുണ്ട്, മുസ്ലിം സമൂഹം തന്നെ ഉണ്ട്. കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറയുന്ന വീഡിയോസിന് ഇത്രയും വ്യൂസ് ആക്കി കൊടുക്കുന്നത് ഒരാളെ കൊണ്ട് നുണ പറയലും കുറ്റമാണ്, അത് കേൾക്കലും കുറ്റമാണ് എന്ന് പഠിപ്പിച്ച മുത്തുനബിയും അല്ലാഹുത്താലയും. അതെല്ലാം ലംഘിച്ചുകൊണ്ട് നുണയും ഫസാദും മാത്രം വിളിച്ചു പറയുന്ന ചാനൽ പോയി കാണുന്ന എന്നെ പോലത്തെ പെണ്ണുങ്ങൾ ഇതെല്ലാം ഉണ്ട്. അവര് ഭയങ്കര നിസ്കരിക്കുന്ന ആളാണ്, സുബ്ഹാനല്ലാഹ് ചെല്ലുന്ന ആളാണ്, മറ്റേ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, എല്ലാം നിസ്കരിക്കുന്ന ആളാണ്. പക്ഷെ പാച്ച നുണ വിളിച്ചു പറഞ്ഞ വീഡിയോസ് കുത്തിരിഞ്ഞു കാണും. മക്കളെ തെറ്റാ. സാബിറ വന്നിട്ട് സാബിറനെ തടിയോടെ സാബിറ തൊള്ളുന്നുള്ളൂ. സാബിറ ഒരാളെയും കുറ്റവും കുറവും പറയാണ്ടേ സാബിറ വീഡിയോസ് ചെയ്യുന്നു. അതുകൊണ്ട് പൊന്നു മക്കളെ, നമ്മളെ ഉസ്താദുമാർ അടിക്കും ശകാരിക്കും. ഞാനെല്ലാം അടിച്ചത് കൊണ്ടാ ഇന്ന് 2 പേര് ഞാൻ ഓതുന്നത്, അല്ലാണ്ട് പുറക്കാരെ പിടിച്ചിട്ടൊന്നുമല്ല. അടിക്കണം കുഞ്ഞു മക്കളെയാ. കാലിന് അടിച്ചാലല്ലേ മക്കൾ അടങ്ങുന്നുള്ളൂ. നിങ്ങൾ കാണുന്നില്ല എന്റെ ലൈവിൽ ഇടുമ്പോൾ കുട്ടികളെ അടി കിട്ടിയാലായിട്ട് നിങ്ങൾ പോകുള്ളൂ. അങ്ങനെയാണ് മക്കള്. അതുകൊണ്ട് മക്കളെ ശരീരം പൊട്ടുന്ന രീതിയിൽ, അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അടിക്കാൻ പാടില്ല മക്കളെ. ഉസ്താദിന്റെ വീഡിയോസ് പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടിട്ടുണ്ട്. പല ഏതോ ഒരു കുട്ടീനെ അടിച്ച, അതൊന്നും ഉസ്താദ് അടിച്ചതല്ല എന്നാ പറയുന്നത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. മറ്റാ ഒരു കുട്ടീന്റെ കാല് മാത്രം കാണിക്കുന്നത് അതേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ കുറച്ച് അടിച്ചിട്ട് കലയും നീരെല്ലാം വരണോടെ ചില കുട്ടികൾ ഭയങ്കര കുത്തക്കേടാ. എല്ലാ കുട്ടികളും ഞാൻ മനസ്സിലായി. അംഗനവാടിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ അംഗനവാടി ഒരു കുട്ടി ഇതെന്തെന്നാ 3.5 വയസ്സുള്ള കുട്ടിയാ, വേറെ 3.5 വയസ്സായ കുട്ടീനെ കൊള്ള ചെല്ലുന്ന എൻ്റെ ഉമ്മോ ഇരുന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് ആ കുഞ്ഞി കൈ കൊണ്ട് അടിച്ചടിച്ചടിച്ച് അവസാനം അതിനെ കിടത്തിയിട്ട് കടിച്ചു പറിക്കുന്ന. എന്നാ ആയ കുട്ടിയൊന്ന് പ്രതികരിക്കണ്ടേ? ഇങ്ങോട്ടടിക്കുമ്പോ അങ്ങോട്ട് വെച്ചോട്ട് ആ കുട്ടി അടിക്കൂലല്ലോ. ഞാൻ വിചാരിക്കും ആ കുട്ടിയെല്ലാം വളർന്നു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കുള്ള സ്ഥിതി. അതാ ഞാൻ പറയുന്നത്, എല്ലാ കുട്ടികളും ഒരുപോലെ വികൃതിയുള്ള നല്ലോണം വികൃതിയുള്ള കുട്ടികൾ, ആ കുട്ടികൾ അടിക്കുക തന്നെ ചെയ്യണം. അടിച്ചാലേ മക്കൾ പഠിക്കുള്ളൂ. എന്ന് വിചാരിച്ച് കാലും കൈ കഴിയുമ്പോൾ അടിച്ചു പൊട്ടിക്കുന്ന രീതിയിലോ ശരീരം പൊട്ടുന്ന രീതിയിലോ അല്ലേ ചെയ്യേണ്ടത്. എന്റെ കുഞ്ഞു മക്കൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. പക്ഷെ വല്ലാത്ത വികൃതി കളിക്കുന്ന കുട്ടികളുണ്ട്, ആ കുട്ടികളെ തല്ലിപ്പോകും. അതുകൊണ്ട് പൊന്നു മക്കളെ, ഈ കാര്യം ഉസ്താദ് കുട്ടീനെ അടിച്ചെന്നുള്ള കാര്യങ്ങൾ പറയുന്ന നാക്ക് അങ്ങനെ ചൊറയുന്നു. അതുകൊണ്ട് പറഞ്ഞത് വേറൊന്നല്ല. നമ്മളെ ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ നിങ്ങൾ ആരും ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. പിന്നെ ഇനി പറഞ്ഞിട്ടില്ലേ സാബിറ, അത് എന്റെ വീഡിയോസ് എടുത്തിട്ട് ഏതൊക്കെയോ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ ഉസ്താദ് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരാളെ കുറ്റം പറയരുത്, ഞാൻ ആളല്ല.
എന്റെ വീഡിയോസും പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ 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 വന്ന് ഞാൻ പിന്നെന്ത് ചെയ്യണം? 2 മറുപടി എനക്ക് പറയാനുള്ള അർഹതയില്ല, സ്വാതന്ത്ര്യം ഇല്ല എനക്ക് ഈ ഭൂമിയിൽ. ഞാനൊരു സാബിറല്ലേ, പെണ്ണല്ലേ, എനിക്കും ഒരു സ്വാതന്ത്ര്യം. അങ്ങനത്തെ ഒരു വാക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരാളും കുട്ടിയെന്ന് മക്കളെ ഉസ്താദേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാവും? അതിൽ നമ്മളെ ഉസ്താദുമാർക്ക് അല്ലാഹു തആല മൊയ്‌ദീമാൽ കിതാബിന്റെ അകത്ത് ഉണ്ടല്ലോ, അറിവ് പഠിപ്പിച്ച ഉസ്താദുമാരെയും അറിവാക്കന്മാരെയും എന്നുള്ള വരികൾ ഉണ്ടല്ലോ അല്ലെ? അവർക്കെല്ലാം പുറത്തു കൊടുക്കണം എന്നുള്ള വരികളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. ഞാനെല്ലാം പഠിച്ചതാണ്, എനിക്കെല്ലാം അറിയാം. പക്ഷെ എന്നെ കൊണ്ട് പറഞ്ഞത് കൊണ്ട് 2 വാക്ക് പറയാൻ വേണ്ടി ഞാൻ ആ വീഡിയോസ് ഇട്ടതല്ലാതെ എനിക്ക് അവരോട് ബഹുമാനമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് ഇല്ലാത്ത ഞാൻ പറയൂല. ആ കുട്ടീനെ അടിച്ചത് എങ്ങനെ എൻ്റെ കണ്ണോട് അടുക്കില്ല. പിന്നെ പക്ഷേ ആ കാലിനെ അടിച്ചു ചെറുത് രീതിയിൽ അടിക്കുകയൊക്കെ ചെയ്യും ഉസ്താദന്മാർ. അതേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് കണ്ണോണ്ട് കാണാത്തതും നിങ്ങൾ അറിയാത്തതും ഒരാൾ ആ ഏതോ കുട്ടീനെ അടിച്ച വീഡിയോസ് ഏതോ കുട്ടി ഇട്ടേന് പിന്നെ എല്ലാവരും വീഡിയോസ് ഇട്ട് കൊടുത്ത് ഇതാ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച്. നിങ്ങളെ കണ്ണോണ്ട് എടുക്കുക അങ്ങനെ അടിച്ച അത് വേറെ കുട്ടിയാണോ ഉസ്താദ് അടിച്ച കുട്ടിയാണോ നിങ്ങളെ കണ്ണ് എടുക്കാം, നിങ്ങളെ കണ്ണ് എടുക്കാം. ഓക്കെ മക്കളെ, അതുകൊണ്ട് ഇല്ലാത്ത നുണ വിളിച്ച് പറഞ്ഞ യൂട്യൂബറെ തുടച്ച് മാറ്റണം ഞമ്മക്ക്. ഓക്കെ.